നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വാവ്, ദിസ് ഈസ് മൈറ്റി, ദിസ് ഈസ് ഫാന്റാസ്റ്റിക്, ദിസ് ഈസ് ഗ്രേറ്റ്. ഓ, എന്തൊരു പോരാട്ട വീര്യമാണ് കേപ്പ് വെർദെ ഐലൻഡ് പുറത്തെടുത്തത്. അതിൻ്റെ റിസൾട്ട് നോക്കുക. ഈ വേൾഡ് കപ്പിലെ ടൈറ്റിൽ ഫേവററ്റുകളായിട്ട് വന്നിട്ടുള്ള സ്പെയിനിനെയാണ് അവർ സമനിലയിൽ കുരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആദ്യമായിട്ട് വേൾഡ് കപ്പിനെത്തിയ ആദ്യ മത്സരത്തിൽ തന്നെ അവർ ടൈറ്റിൽ ഫേവററ്റുകളെ സമനിലയിൽ പിടിച്ചിരിക്കുന്നു. ഗോൾ രഹിത സമനിലയിൽ 64 സ്ഥാനത്താണ് വേൾഡ് റാങ്കിങ്ങിൽ അവരുള്ളത്. വേൾഡ് കപ്പിൽ അവർ ഡെബ്യൂട്ടൻസ് ആണ്. ലാൻഡ് ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ്. അവരുടെ ഗോൾ കീപ്പർ ഓസിഞ്ഞോയുടെ പ്രായം 40 വയസ്സാണ്. പോർച്ചുഗലിലെ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്നയാളാണ്. സെൻട്രൽ ഡിഫൻഡേഴ്സോ ലീഗ് ഓഫ് അയർലൻഡിലും UAE പ്രോ ലീഗിലും കളിക്കുന്നവരാണ്. എന്നിട്ടാണ് എന്തൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാൻ പറ്റും നമുക്ക് സ്പെയിനിൻ്റെ ടീമിനെ അവർ സമനിലയിൽ പൂട്ടിയിരിക്കുന്നത്. കൈയടിക്കണം ഈ പോരാട്ട വീര്യത്തിന്. അവർ ജയിക്കാൻ കളിച്ചു എന്നത് സംശയമാണ്, പക്ഷെ തോൽക്കാതിരിക്കാൻ വേണ്ടി അവർ കളിച്ചു. സ്പെയിനിൻ്റെ നിരന്തര ആക്രമണങ്ങൾ അവർ തടഞ്ഞിട്ടു. ഗോൾ കീപ്പർ ഓസിഞ്ഞോയുടെ പ്രകടനം നമ്മൾ എടുത്തു പറയണം. ഏതായാലും തകർപ്പൻ റിസൾട്ടാണ് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു മത്സരത്തിൽ സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ടോളസും ഒയർസബാലും ഗവിയും ഒക്കെ ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് ലിവറമെൻറ്റോയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കേപ്പ് വെർദെ കളിച്ചത്. അവരുടെ ഡിഫൻഡർമാരെ നമ്മൾ എടുത്തു പറയണം. ലോപ്പസും ഡിനയും മികച്ച രൂപത്തിൽ സെൻറ്റർ ബാക്കുമാരുടെ റോള് കൈകാര്യം ചെയ്തു. ലോപ്പസ് കബ്രാളും മൊഴയുടെയും ചേർന്നുകൊണ്ട് വിങ് ബാക്കുമാരുടെ റോള് കൈകാര്യം ചെയ്തു. എടുത്തു പറയേണ്ടത് അവരുടെ ഗോൾ കീപ്പറുടെ ഓസിഞ്ഞോയുടെ പ്രകടനം തന്നെയാണ്. ഏതായാലും ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ആണ്. ആദ്യ പകുതി കഴിയുമ്പോൾ നിരന്തര ശ്രമങ്ങൾ നടത്തിയിട്ട് സ്പെയിനിന് ഒന്നും ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ അവർ കയറിപ്പോകുന്നു. രണ്ടാം പകുതിയിലോ വീണ്ടും വമ്പൻ താരങ്ങൾ അവർ ഇറക്കി വിടുന്നു. ലാമിനെ യമാലിനെ വിടുന്നു. അതുപോലെ ഡാനി ഓൽമോ കളിക്കളത്തിലേക്ക് ഒടുവിലെത്തി. ഒടുവിൽ നിക്കോ വില്യംസിനെ അവർ അവസാന ഘട്ടത്തിൽ ഇറക്കി നോക്കി. ഒരു കാര്യവും ഉണ്ടായില്ല. ശ്രമിച്ച ശ്രമങ്ങൾ ഒന്നുപോലും ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. ഒടുവിൽ കേപ്പ് വെർദെ ഐലൻഡ് നെഞ്ചു വിരിച്ചുകൊണ്ട് ആ കളിക്കളത്തിൽ നിന്ന് പുറത്തേക്ക്. കേപ്പ് വെർദെ 0, സ്പെയിൻ 0, രണ്ട് ടീമിനും ഓരോ പോയിന്റ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.